ഇടതുപക്ഷത്തിന് പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട്, അവർ ഭരണത്തിൽ തുടരുമെന്ന്. അത് മെയ് 4-ന് തകരുന്ന ആത്മവിശ്വാസമാണോ ജിൻഡോ? ഞാനൊരു കാര്യം പറഞ്ഞാൽ ഞെട്ടരുത്. എന്റെ ചില കണക്കൂട്ടലൊക്കെ തെറ്റി. അത് അരുൺകുമാറിന്റെ ആത്മവിശ്വാസം അദ്ദേഹത്തിന് പാർട്ടിയുടെ വക്താവ് എന്നുള്ള നിലയ്ക്ക് അതിൽ കവിഞ്ഞൊന്നും പറയാൻ പറ്റില്ലല്ലോ. ശുഭപ്രതീക്ഷ 100% വിജയം, അതിൽ കൂടുതലൊന്നുമില്ല. എന്തായാലും സർക്കാർ വിരുദ്ധമായിട്ടുള്ളൊരു വലിയ തരംഗമുണ്ട്. എല്ലാത്തിനും കാരണം നീയാ. അതെ, അതിനനുസരിച്ചിട്ടുള്ള വലിയ ജനവികാരം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ വിലയിരുത്തി ഞാൻ ഉത്തരവാദിയാണല്ലോ. എല്ലാ തരത്തിലും നീ തന്നെ ഉത്തരവാദി. ഓക്കെ 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ UDF-ന്റെ സർക്കാർ 10 വർഷത്തിന് ശേഷം അധികാരമേൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അപ്പൊ സമയം നന്നായിരുന്നു, ഇപ്പം മോശ. ഇനി നന്നായാല എനിക്ക് തോന്നുന്നില്ല. എന്റെ കാര്യം പറഞ്ഞ നിങ്ങൾക്ക് നന്നാവാം. സർക്കാരിന് വേണ്ടിയിട്ട്, പിണറായി വിജയൻ സർക്കാരിന് വേണ്ടിയിട്ട്, CPM-ന് വേണ്ടിയിട്ടുള്ള സകല സാധ്യതകൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് സാക്ഷ ഹരി മാത്രം തീരുമാനിച്ച പോലെ മീരൻ തീരുമാനിക്കണം. എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം. രാജിവെക്കാൻ ഇവിടെ ആരും മുഖ്യമന്ത്രി ആയിട്ടില്ലടോ. ഈ രണ്ട് മുന്നണികളെയും കൃത്യമായിട്ട് ജനങ്ങൾ ഓഡിറ്റ് ചെയ്തിട്ട് തന്നെയാണ്, ഞങ്ങൾ വിചാരിക്കുന്നു 10 വർഷത്തെ ഞങ്ങളുടെ പ്രതിപക്ഷ പ്രവർത്തനങ്ങളെ ഓഡിറ്റ് ചെയ്തിട്ട് തന്നെയാണ് ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് എന്നാണ്. കൊളമാക്കരുത്. ഞാൻ ഇന്ന് വരെ സംഭവം കൊളാക്കിയിട്ടില്ല. നമുക്ക് ഇവിടെ ഭരിക്കാൻ പറ്റുമെന്ന് ഒരു തീരുമാനമായിട്ടില്ല. പൂർണ്ണ ആത്മവിശ്വാസമാണ്. UDF-ന്റെ സർക്കാർ അധികാരത്തിലെത്തും. പിണറായി വിജയന്റെ സർക്കാരിന്റെ അവസാനം കുറിക്കപ്പെട്ട് കഴിഞ്ഞു. ഒരുപാട് നേരമായി ചൊറിയുന്നു. എവിടെയാച്ചോ ഇയാൾ ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന്. എന്തായാലും ഒരു കാര്യം ശരിയാണ്, UDF-ന് അനുകൂലമായിട്ടുള്ള സാഹചര്യം കേരളത്തിലുണ്ടെന്ന് എല്ലാ എക്സിറ്റ് പോളും പറയുന്നു. ഇനി നിന്റെ ഒരു സുവിശേഷം ഇവിടെ ആർക്കും വേണ്ട. UDF-ന്റെ സർക്കാർ അധികാരമേൽക്കുന്നു എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നു. അപ്പോൾ ഞങ്ങൾ പറയുന്നു, എക്സിറ്റ് പോളുകളുടെ പ്രവചനങ്ങളെ അതിജീവിക്കുന്ന, അതിലംഘിക്കുന്ന വലിയ റിസൾട്ട് UDF-ന് അനുകൂലമായിട്ടുണ്ടാകും. അതിന് നിനക്കെന്താണ് നഷ്ടം? പിന്നെ ആർക്കാ നഷ്ടം? എന്നെ തമ്പ്രാനെന്ന് വിളിച്ചിരുന്ന വിവരം കെട്ട കുറുമ്പന്മാര് ഇനി എന്നെ മൈൻഡ് ചെയ്യോ? മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സു നുള്ളി.